ഗുഡ് ഈവനിങ് ഗൈസ് എല്ലാവർക്കും. ഇപ്പോൾ രാത്രി 8 മണിക്കായി ഗൈസ്. ഇപ്പം നാളെയും ഗുഡ് ഈവനിങ് വന്നത് ഗൈസ്. ഇപ്പോൾ ഞാനിപ്പം കയറി വന്നതെന്ന് പറഞ്ഞത് ഗൈസ്, നാളെ ചൊവ്വാഴ്ചയാണ് ഗൈസ്. നമ്മുടെ ഇൻഫിനിറ്റി സ്പോട്ടിലൊരു കണ്ടന്റ് എടുത്തായിരുന്നു ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. 24 hour ചലഞ്ച് അതൊക്കെ ഞാൻ ചിന്തിച്ചാണ് ഗൈസ്. അതൊന്നും വേണ്ട അല്ല, കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കണ്ടന്റ് ഇല്ല ഗൈസ്. അങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്താലുള്ള പ്ലാനാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങും വർക്കും കാര്യങ്ങളും ചെയ്യാനായിട്ടാണ് ഞാൻ കയറുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നാളത്തെ പരിപാടിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി, കാരണം ഞാൻ മറന്നുപോയ പിന്നെ സീനാണ് ഞാൻ ഈ സാധനം ഗൈസ്. ഞാൻ മുകളിലൊരു സാധനം ഇത് പൂട്ടാനായിട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആ വീഡിയോ ഇട്ടിട്ട് എത്രയോ ദിവസമായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചത്. അപ്പം എൻ്റെ വർഷത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം. വേറെ പോസ്റ്റാണ് താഴെ സീലിലിട്ടേക്കണം. അതിൻ്റെ ശബ്ദത്തിലൊന്നും നമ്മൾ ഇഗ്നോർ ചെയ്യാനുള്ള ചാൻസ് ഓക്കെ ഗൈസ്. അടയുന്നില്ല ഗൈസ്, ഇത് അടയുന്ന ഇപ്പം അടയുന്നു ഗൈസ്. അടഞ്ഞു ഗൈസ്. ഇന്ന് ഞാൻ എൻ്റെ മുറി ക്ലീനാക്കി സെറ്റാക്കി. ഇന്നലെയായിരുന്നു. അത് ഇന്നും അതുപോലെ എനിക്ക് തോന്നി ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ഇതില്ല കണ്ടൻറ് എടുത്ത് നമുക്ക് വേറെ ബുക്കാണ് ഗൈസ്. നമ്മളതിലെ കണ്ടൻറ് എഴുതാറുള്ളൂ. ഇത് തന്നെ ഗൈസ്. ഇതിൽ ആവശ്യം പോലെ കണ്ടൻറ് ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കണ്ടൻറ് അവൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള വെറൈറ്റി കണ്ടൻറ് ഫുൾ ChatGPT ഉപയോഗിച്ച് ചെയ്താണ്. നമുക്ക് മൈൻഡിലൊന്നും വരാറില്ല ഗൈസ്. അപ്പോൾ എന്തെഴുതും ആലോചിച്ചിട്ട് കാര്യം കണ്ടൻറ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്തായാലും പറയാം. ഉടനെ തന്നെ തിരിച്ച് വരുന്നതായിരിക്കും ഗൈസ്. നാളത്തെ ഒരു കണ്ടൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല സ്പീഡിലെ കണ്ടൻറ്റ് ഗൈസ്. ഓ ഗൈസ് തുറന്നു ഗൈസ്. ഇതിപ്പോൾ ക്ലോസ് ആവില്ല ഗൈസ്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ആക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ക്ലോസ് ആയി പോകും. ഇപ്പോൾ ലൂസായി ഗൈസ്. മഴയൊക്കെ ഒന്ന് പെയ്തിരുന്നെങ്കിൽ കയറി വരും. എന്തായാലും നമുക്ക് റെഡി ആയി ഗൈസ്. കണ്ടൻറ്റ് കിട്ടി. സമയം വെച്ചുള്ള കളിയാണ് കേട്ടോ. സമയത്തിൻ്റെ ഒരു ചലഞ്ചാണ്. എന്ത് പറഞ്ഞ ഏത് ചലഞ്ച് ഗൈസ്. വെയിറ്റ് ചെയ്യാം. അത് നമ്മൾ ഉടനെ തന്നെ ഇടത്തില്ല. മേ ബി വെള്ളിയാഴ്ച, വ്യാഴാഴ്ച, ബുധനാഴ്ച എടുത്തല്ലേ ഗൈസ്. നമുക്ക് ക്രിയേറ്റീവായിട്ട് എഡിറ്റൊക്കെ ചെയ്യാനുള്ളതാണ്. സെറ്റപ്പാക്കിയിട്ട് ഇടോളൂ ഗൈസ്. ഇതൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് ഗൈസ്. ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഒരു വിചാരം. സിമ്പിൾ കണ്ടൻറ്റാണ്, പക്ഷേ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻറ്റാണ്. ഇറ്റ്സ് നൈസ് കണ്ടന്റ് ഗൈസ്. എനിക്ക് ഇപ്പം ഇവിടെ വന്നിരുന്നപ്പോൾ കിട്ടിയ കണ്ടൻറ്റാണ്. നേരത്തെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. നാളെ ഉണ്ടാവും നമുക്ക് എടുക്കുന്നത്. ഈ വ്ളോഗ് നാളത്തെ കൂടെ ഉള്ള വ്ളോഗാണ്. നമ്മൾ നാളെ പോയി കൂട്ടിയിട്ട് എടുക്കാൻ പോകുന്നത് ഗൈസ്. ഞങ്ങൾക്കറിയാതെ ഗൈസ്, എനിക്കറിയാമെന്ന് എനിക്കെന്താ. ഞാൻ ഇപ്പോൾ ഉള്ളത് എടുത്താലും നമ്മുടെ രാത്രിയായിരിക്കും വ്ളോഗ് തുടങ്ങുന്നത്. എൻ്റെ പല വീഡിയോയും രാത്രിയാണ് ഇത് കഴിച്ച് തുടങ്ങിയത്. താഴെപ്പെട്ട് ഗൈസ്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കും, അല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ തൊട്ട് തുടങ്ങാം. അപ്പം അങ്ങനെ ആവട്ടെ ഗൈസ്. ലൈറ്റ് ഓഫ് ചെയ്യണം. കാര്യമൊന്നും ഗൈസ്. ലൈറ്റ് ഓഫ് ചെയ്യണം. പ്ലീസ് നാളെ പുട്ടിൻ്റെ കൂടെ പഴം റെഡിയാവും ഗൈസ്. നോക്ക്, ഇപ്പം കുറച്ച് പച്ചയാണ് ഗൈസ്. നാളെ എന്തായാലും പഴുക്കും എന്നാണ് വിശ്വസിക്കുന്നത്. പഴുത്താതിയാറും. ഓക്കെ, ഇങ്ങനെയൊക്കെ പഴം പഴുപ്പിക്കാം. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് പഴം പഴുപ്പിക്കുന്നതെങ്കിൽ കമൻറ്റ് ബിലോ. ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. വീണ്ടും ഗുഡ് ഈവനിങ് ഗൈസ്. സംഭവം പറഞ്ഞാൽ ഇന്നലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കുറേ കണ്ടൻറ്റൊക്കെ എഴുതി നാളെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ എന്തൊക്കെ ചെയ്ത് വെച്ച് ഗൈസ്. പക്ഷേ ഒരു സംഭവം പറഞ്ഞാൽ ഒന്നും നടന്നില്ല. ലൈഫാണ്, കുറേ പ്രശ്നങ്ങൾ ഇങ്ങനൊന്നും തീർക്കാൻ വേണ്ട മനസ്സിലാക്കണം. സംഭവം പറഞ്ഞാൽ ഗൈസ്, മൊബൈൽ കയ്യിലായിരുന്നു. മൊബൈലോടെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. മൊബൈൽ ചേച്ചി അമ്മ എവിടെ പോയപ്പോഴത്തേക്ക് കൊണ്ടുപോയതാണ്. എനിക്കിപ്പോഴാണ് മൊബൈൽ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്ക് കണ്ടൻറ്റ് വീഡിയോ നമ്മളെ ഇൻഫിനിറ്റി സ്പോട്ടിലോട്ടുള്ള കണ്ടൻറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് നാളെയാണെങ്കിൽ എനിക്ക് കോളേജ് കാണുമെന്ന് തോന്നുന്നത്. കോളേജിൽ നാളെ തൊട്ട് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ കണ്ടൻറ്റ് ഇനി ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും വ്ളോഗ് ഞാൻ ഡെയിലി എടുക്കാൻ നോക്കും. എന്ന് വെച്ചാൽ ഡെയിലി ഇടണമെന്നില്ല, ഡെയിലി എടുക്കാൻ നോക്കുമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ടൈം വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സമയം പറഞ്ഞാൽ കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ഗൈസ് 5:14 ഗൈസ്. 5:15. അപ്പം അതൊക്കെ തന്നെയാണ് ഗൈസ്. പ്രത്യേകിച്ചും ഞാൻ എന്തൊക്കെ പ്ലാനുള്ളതായിരുന്നു നിങ്ങൾക്കറിയുന്നില്ലേ. കണ്ടൻറ്റ് വീഡിയോ എടുക്കണം, ബ്ലോഗ് എടുക്കണം. ബ്ലോഗ് രാവിലെ എനിക്ക് എടുക്കാമായിരുന്നു ഗൈസ്. അപ്പോൾ ചെറിയൊരു മണിക്കൂറുള്ള വ്യത്യാസത്തിലാണ് അമ്മയൊക്കെ പോയത്. ഞാൻ ബ്ലോഗ് എടുക്കാനായിട്ടുള്ള സെറ്റപ്പിലായി, റെഡിയായി.
എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഉറക്കം വെച്ചിട്ട് പല്ല് കഴിച്ച് ഫുഡ് കഴിച്ച് ഇനി വന്നപ്പോഴത്തേക്കും അപ്പോൾ എനിക്കല്ലെങ്കിൽ കുത്തിങ്കിലും എടുക്കാമായിരുന്നു. രാവിലെ കേസ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എടുക്കാമായിരുന്നു. അപ്പോൾ അത് നടന്നില്ല. കേസ് അതൊക്കെ തന്നെയാണ് കേസ്. സോറി ഗൈസ്. അല്ല ഓക്കെ കേസ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കണക്കില്ല എന്തെങ്കിലും കണ്ടൻറ്റ് കൂടി ഇനി ഇപ്പോഴും എടുക്കാൻ പറ്റുന്നതാണ്. അതാണ് കേസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും കേസ് പ്രത്യേക പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വ്ളോഗ് ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കണ്ടൻറ്റ് വീഡിയോ എടുക്കുന്ന ദിവസം നമുക്ക് വ്ളോഗിലോട്ട് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ ഗായ്സ്, ഒടുക്കത്തെ മഴ ഗായ്സ്, വീട്ടിലെ മഴ പെട്ടെന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു, അന്തരീക്ഷമായിരുന്നു, പെട്ടെന്ന് മഴയായി ഗായ്സ്. ഒടുക്കത്തെ മഴ ഗായ്സ്, അല്ലേ മഴ, ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ. പ്രതീക്ഷിക്കാവുന്ന മഴയുണ്ടോ? ഞാൻ പറയണെല്ലാം ക്ലിയർ ആവുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല, സോറി. ഗൈസ്, എൻ്റെ ഫോൺ വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഞാൻ ഒന്നും പറഞ്ഞ് കേൾക്കത്തില്ല. സോറി.